ഇതൊരു ഹെൽത്തി, സ്പൈസി ആൻഡ് ടേസ്റ്റി ചിക്കൻ റെസിപ്പിയാണ്. വീഡിയോ എല്ലാവരും എൻഡ് വരെ കാണുക. എല്ലാവർക്കും ഫുഡ് പ്രിൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ടിക്ക മസാലയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമ്മൾ ചിക്കനെ മസാലയിലേക്ക് മാരിനേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത് 2 kg ചിക്കനാണ്. നമ്മളിവിടെ 6 ആൾക്കാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ ഒരു ബൗളിലേക്ക് എടുത്ത് 4 ടേബിൾ സ്പൂൺ കശ്മീരി റെഡ് ചില്ലി പൗഡർ, 3 ടേബിൾ സ്പൂൺ മല്ലി പൗഡർ, 1/2 കപ്പ് തൈര്, 1/2 കപ്പ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് ഉപ്പും ഇട്ട് 1.5 ടേബിൾ സ്പൂൺ ജീരക പൗഡർ, 1 ഫുൾ ലെമൺ ജ്യൂസും ഇട്ട് നല്ലോണം മിക്സ് ആക്കുക. ഇതൊരു 30 to 45 മിനിറ്റ്സ് അടച്ചു വെക്കാം. ഇനി നമ്മൾ ഗ്രേവിൻ്റെ പ്രിപ്പറേഷൻ ചെയ്യാം. ഒരു 5 മീഡിയം സൈസ് സവാള നമുക്ക് പേസ്റ്റ് ആക്കിയെടുക്കാം. എല്ലാം പേസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഓയിലും 1 ടേബിൾ സ്പൂൺ ഗീയും ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് വഴറ്റിയെടുക്കാം. ഇത് അധികം ബേൺ ചെയ്യണ്ട. ജസ്റ്റ് ഒരു സ്മെല്ല് വരാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് ഉള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഉള്ളി ഒരു പിങ്ക് ടു ലൈറ്റ് ബ്രൗൺ കളർ വരുന്ന വരെ വഴറ്റിയെടുക്കുന്നതാണ്. ഉള്ളി റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ ജീരക പൗഡർ, 1 ടേബിൾ സ്പൂൺ മല്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ തന്തൂരി ചിക്കൻ മസാലയും ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് തന്തൂരി ചിക്കൻ മസാല ഇല്ലെങ്കിൽ സാധാ ചിക്കൻ മസാലയും ഇട്ട് കൊടുക്കാം, അതിന് പ്രശ്നമില്ല. എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. നല്ലോണം ഒന്ന് മിക്സായ ശേഷം 2 മീഡിയം സൈസ് തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി കുക്ക് ചെയ്ത് ഓയിൽ പുറത്ത് വരുമ്പോൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഓയിൽ ലൈറ്റായി പുറത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കാഷ്യൂവിൻ്റെ പേസ്റ്റ് ആഡ് ചെയ്യാം. ഇത് നമ്മളൊരു 10-15 കാഷ്യൂ ആണ് എടുത്തേക്കുന്നത്. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മസാല എല്ലാം നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് 3-4 കപ്പ് വെള്ളം ഇടാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിൻ്റെ അക്കോർഡിംഗ് വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഗ്രേവി എത്ര തിക്കാണ് വേണ്ടത് അതിൻ്റെ അക്കോർഡിംഗ് വെള്ളം കൂട്ടി കുറയ്ക്കുകയും ചെയ്യാം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഇടയിൽ നമുക്ക് ചിക്കനെ പ്രിപ്പയർ ചെയ്യണം. മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ നമുക്ക് ഓവനിലേക്ക് വെക്കണം. സോ ഓവൻ ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് വരെ പ്രീ ഹീറ്റ് ചെയ്യണം. അതിനുശേഷം ഒരു 45 മിനിറ്റ് 180 ഡിഗ്രി സെൽഷ്യസിൽ കുക്ക് ചെയ്യണം. ഇതൊരു 2 kg ചിക്കനാണ്. നിങ്ങളുടെ ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ ടൈം റെഡ്യൂസ് ചെയ്യാം. റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ ട്രേ വെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ബിക്കോസ് ചിക്കനിൽ നിന്ന് വെള്ളം പുറത്ത് വരുമ്പം ഓവൻ ഡേർട്ടി ആവാതിരിക്കാൻ. ഓവനില്ലാത്ത ആൾക്കാർ ഇതേപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കന് ഒന്ന് പാനിലേക്ക് ഇട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുത്താലും മതി. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഈ റോസ്റ്റഡ് ചിക്കനെ നമുക്ക് ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് ചെറിയ ബോയിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് ഇനി 2 പച്ചമുളക്, കുറച്ച് കസൂരി മേത്തിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനെ അടച്ചു വെക്കാം. ഗ്യാസിൻ്റെ ഫ്ലെയിം ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഇതാ നമ്മുടെ ചിക്കൻ ടിക്ക മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ ഡിഷ് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ റിവ്യൂസ് പറഞ്ഞു തരിക.
ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനലിനെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഡെഫിനറ്റ്ലി ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ഡിഷുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും ബൈ ബൈ.